ഇന്നത്തെ വചനചിന്തയ്ക്കായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവഹിതത്തോടുള്ള അനുസരണത്തെക്കുറിച്ചാണ്. ഇതിന് ഉത്തമമായൊരു മാതൃക വചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു കാണിക്കുന്നു. യേശുവിന്റെ അമ്മ മറിയയുടെ ജീവിതം. ദൈവം മറിയോട് പറഞ്ഞത് മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു കാര്യമായിരുന്നു. കന്യകയായ മറിയം ദൈവപുത്രനെ ഗർഭം ധരിക്കും. മറിയ ഈ ദൈവശബ്ദം കേട്ട് ആശ്ചര്യപ്പെട്ടു. എന്നാൽ അവൾ അവിശ്വസിച്ചില്ല, അവൾ ഭയപ്പെട്ടില്ല. പകരം അവൾ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാണ് അനുഗ്രഹത്തിന്റെ ആദ്യ പടി, ദൈവവചനത്തോടുള്ള അനുസരണം. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും അത്ഭുതകരമായ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. അവ നമുക്ക് പലപ്പോഴും മനസ്സിലാകാതിരിക്കും. എന്നാൽ മറിയയെ പോലെ നമുക്കും ദൈവത്തിന്റെ വചനം വിശ്വസിക്കാം, അനുസരിക്കാം, വചനത്തിൽ ഉറച്ചു നിൽക്കാം. കാരണം ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ശക്തിയും ഉള്ളതാവുന്നു. മറിയയെ ദൈവം ഭാഗ്യവതി എന്ന് വിളിച്ചു. അവൾ യേശുവിനെ ഉദരത്തിൽ വഹിച്ചതുകൊണ്ട് മാത്രമല്ല, അതിക്ക് മുന്നമേ അവൾ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ വഹിച്ചതുകൊണ്ടാണ്. ദൈവവചനം അവളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തു. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മളും യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ. ദൈവവചനം കേൾക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ യേശു നമ്മളിൽ രൂപപ്പെടുന്നു. അവന്റെ സ്നേഹം, അവന്റെ കൃപ, അവന്റെ സ്വഭാവം നമ്മളിൽ തെളിഞ്ഞു വരുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെയും അനുഗ്രഹീതരായി കാണുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുമ്പോൾ അതാണ് സത്യമായ അനുഗ്രഹം. ദൈവവചനം അനുസരിക്കുന്നവരുടെ ജീവിതത്തിൽ അസാധ്യങ്ങൾ സാധ്യമായി തീരുന്നു, ശൂന്യതകൾ അനുഗ്രഹമായി തീരുന്നു. ദൈവത്തിന്റെ മഹത്വം എല്ലായിടത്തും വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നു. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ മറിയത്തെ പോലെ ദൈവവചനത്തെ ഹൃദയത്തിൽ വഹിച്ച് അതിനെ നിവർത്തിക്കുന്നവരായി തീരാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. ഈ വലിയ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൈവശബ്ദത്തിനായി സ്തോത്രം. ഈ ദൈവശബ്ദം കേട്ട ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മകളെയും ഈ ജനത്തിന്റെ മേൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, അത്ഭുതമാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.